അല്ലേ? അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമില്ല അത്ര തിന്മ തന്നെ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യ നീ എന്നൊക്കെ പറഞ്ഞ പെണ്ണിനോട്. പക്ഷെ അത് കേൾക്കാൻ താല്പര്യമുള്ള പെണ്ണുണ്ടായിരുന്നു. ഇന്ന് ഏത് പെണ്ണുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? മനസ്സിലാവണ്ടേ? കവിത ഇല്ല, എല്ലാവരും അല്ല കേട്ടോ, അല്ലല്ല, ഉള്ളവരുണ്ട്. നമ്മളത് സാമാന്യ അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പം നമുക്ക് വരുന്നില്ല. കാര്യം അന്ന് ഫിലോസഫി പറഞ്ഞു കൊടുക്കുക എന്നുള്ള എഴുത്തുകാരനെ മാത്രം ബാധ്യത സമൂഹത്തിന്. ഇന്നിപ്പോൾ എവിടെ വേണമെങ്കിൽ എന്തും കിട്ടാവുന്നൊരു ലോകത്തേക്ക് നമ്മൾ ഈ വലിയ അരമണിക്കൂർ ക്ലാസ്സിൽ നിന്ന് ലെക്ചർ, ഇപ്പോൾ ലെക്ചർ ഇങ്ങനെ ഇല്ലാണ്ട് വന്നില്ലേ? ഇപ്പം എല്ലാവരും ഇതിനകത്ത് കയറി പഠിക്കുന്നൊരു കാലത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ചർച്ചയില്ലാന്ന് ഉള്ളൊരു പ്രശ്നമുള്ളൂ. ഈ ചില പാട്ടുകൾ ഓദർ തന്നെ ശരിക്കും പറയണം. ഇപ്പോൾ എങ്ങും നിന്നോ വന്ന പന്നവണ്ണക്കിളി നീയോ എന്നുള്ള പാട്ടിൽ നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ എന്നുള്ളൊരു സാധനം പറയുമ്പോൾ ചിലരൊക്കെ ഇറോട്ടിക്കായിട്ട് മുളം തണ്ടിനെയൊക്കെ സങ്കല്പിച്ച് മൗനസ്വരമായി ജന്മങ്ങളിൽ നടത്ത അതെ പറയുന്നുണ്ട്. അത് നോക്കൂലേ? അതെ. അപ്പോൾ അത് കാള പറ്റുന്ന കേട്ടോടെ കയറെടുക്കില്ല. അതെ അതെ അതെ. അപ്പം നീ എന്നെ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി. അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പം പണ്ട് ദേവരാജ മാഷ് പറ്റി പറഞ്ഞ പോലെ, നടന്നാൽ നീ ഒരു സ്വർണ്ണഹംസം, പൂത്തു വീഴർന്നാൽ നീ ഒരു പാരിജാതം, നിറച്ചാൽ നീ ഒരു പാനപാത്രം, അടുത്തിരുന്നാൽ നീ ഒരു രോമഹർഷം. ഇത്രയും സുന്ദര. പക്ഷെ അത് കഴിഞ്ഞ് കിടന്നാൽ കട്ടിൽ നിറയും. അയ്യോ, ഈ പറഞ്ഞ സാധനം, പല്ലവി പറഞ്ഞ സാധനം കിടന്നാൽ കട്ടിൽ നിറയും, കിടന്നാൽ കട്ടിൽ നിറയും ഈ മുടിയിൽ മാറി എന്ന് പറഞ്ഞാലാണിത്. മൗനസ്വരമായ ജന്മങ്ങളിൽ നിന്ന് അടുത്ത വരെയുണ്ടെന്നുള്ള ബോധമില്ലാണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാണ്ട് അത് ചിന്തിക്കാതെ കയറി അങ്ങ് പറയും. അങ്ങനെ ഒരു കൽക്കട്ട ന്യൂസിലെ പാട്ട്. പിന്നെ ഒരു പാട്ടെന്ന് പറയുന്നത് പന്തേക്കോഴിയിലെ സുന്ദരിയെ ചെമ്പകമലരേ, ആ പാട്ടില്ലേ, അവിടുത്തെ അത് വന്നപ്പോ ഉണ്ടല്ലോ അതിന് വേറൊരു കളർ വന്നു. അത് അവിടെ പോയി തന്നെ ഇരുന്ന് എഴുതിയത്. പാലക്കാട് ഈ ഷൂട്ടിംഗ് നടന്ന ഗ്രാമത്തിൽ പോയിരുന്നു തന്നെ. അതിനകത്ത് കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കണം തന്നെയല്ലേ, വില വരും കാലമായി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ ആ കൾച്ചർ വെച്ചിട്ടാണ്. ഇപ്പം ഇവൾക്ക് ഒരു കാന്താരിയാണല്ലോ ഈ അതിനകത്ത് നായിക, സുന്ദരിയാണ്, അപ്പം ചെമ്പകമലര. പക്ഷേ അത് കഴിയുമ്പോഴും മറ്റേതാണ്, ചെങ്കതിൻ്റെ തീവ്രതയുണ്ട്. അത് അഴകാണ്. അതെ. പിന്നെ കോപം ഒരഴകല്ല ഉണ്ടല്ലോ. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി തമ്പിച്ചേരി എഴുതിയതല്ലേ, അതിന് പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി. അല്ല, അതുണ്ട് കോപം, സുഖം, സൗന്ദര്യമുള്ള കോപമുണ്ട്. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടും തൊട്ടിലൊക്കെ മഞ്ജുവാര്യരുടെ ആ കോപം ഉണ്ടല്ലോ, എന്ത് സൗന്ദര്യം അത്! അത് സത്യമാണ്. എന്തിനുണ്ട് അഴകുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അഴക്. അപ്പം അത് എന്തിലും കാണാൻ പറ്റും, ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ കാണാൻ പറ്റും. സമകാലികരായിട്ടുള്ള എഴുത്തുകാർ റഫീഖ് അഹമ്മദ് സാറ്, സന്തോഷ് വർമ്മ, പാട്ടെഴുത്തിൻ്റെ ഏരിയയിൽ നിൽക്കുന്നവരെ കുറിച്ചുള്ള ശരത്തേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, റഫീഖിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടില്ല. റഫീഖ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭാഗ്യവാനായ എഴുത്തുകാരനാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കവിതകൾ കുറേ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് കവിത്വം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അസലായ കവിയാണ്. എനിക്കിന്നും മനസ്സിൽ ഇങ്ങനെയാണ് പാട്ട്. രാക്കിളി തന്നെ വഴിമറയും, തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഒരു പേരും ഇത്രയും കാലമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അത് കവി എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ, ഒരു തോന്നൽ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്ത് പേരിടും. ഇത്രയും ഇതുവരെ പേരിടാൻ പറ്റിയിട്ടില്ല. അല്ല, ഇതൊരെണ്ണം മാത്രമേ, വേറെ ധാരാളം പാട്ടുകളുണ്ട് റഫീഖിൻ്റെ. റഫീഖിന് അങ്ങനെ കുറേ പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സിനിമകൾ, കവിത്വം തുളുമ്പുന്ന ഏറ്റവും ശ്യാമരാഗം വരെ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏറ്റവും അവസാനത്തെ പാട്ട് ശ്യാമരാഗത്തിൽ വരെ അസലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള വലിയ ഭാഗം. സന്തോഷിൻ്റെ കൂടെ സന്തോഷ് എത്രയും ഇതായിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ സന്തോഷം ഒരു പ്രസൻസ് കൊണ്ടുവരും. ഇപ്പം കാലമൊന്നു കാലാൽ കെട്ടിയിട്ട ഇവിടെ തട്ടുവിട്ട പോലെ പന്ത് പോലെ പൊന്തി സൂര്യൻ, ഫുട്ബോളിൻ്റെ ഒരു കളിയായിട്ടുള്ള അതിനകത്തുള്ളതാണ്. സൂര്യനെ പന്താക്കി. അപ്പോൾ നമ്മൾ ആലോചിച്ച് ആ സിനിമ മാത്രമല്ല, ആലോചിച്ച് ശരിയാണല്ലോ, ആരുടെ തട്ടുവിട്ടൊരു പന്താണല്ലോ സൂര്യൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് മാനത്ത് നിലാവ് കണ്ടു ഇഡ്ഡലിയാണെന്ന്. പക്ഷെ നമുക്ക് എഴുതാനൊരു അവസരം കിട്ടിയിട്ടില്ല. കിട്ടില്ല എന്നുള്ള തോന്നൽ കിട്ടിയിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുതാൻ പക്ഷെ അത് വരണ്ടേ, സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നു. അല്ല, ഇതിങ്ങനെ ഓരോരുത്തർക്കും കുസൃതിയുള്ളൊരു എഴുത്താണ് ഇപ്പോഴത്തെ. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ത്രില്ലിങ് ഇതുണ്ടല്ലോ, ആ ഒരു കാലഘട്ടമാണ്. അതിനൊരു ജമ്പിങ് സുഖമുണ്ട്. അതിനകത്ത് അങ്ങനത്തെ വാക്കല്ലേ വേണ്ട, അല്ലാണ്ട് മറ്റേത് പറയാം. ഇപ്പം ചക്രവർത്തി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു നോക്കി പാട്ട് മോശമായിട്ടല്ലേ. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇന്നത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതപ്പോൾ ഓരോ കാലഘട്ടത്തിലും അത് കാലത്തിന് ചില കണക്കൂട്ടലുണ്ട്. കാലം കൃത്യമായിട്ട് ഓരോ സമയത്ത് ഓരോരുത്തരും ജനിപ്പിക്കും.
അത് തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരത്തേട്ടൻ ഈ പല വഴിക്ക് പോയിട്ടും തിരിച്ചിവിടേക്ക് തന്നെ വരുമെന്നുള്ളതൊരു ഒരു ഒരു വലിവ് എവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ വരുമോ എന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമുക്ക് എല്ലാത്തിനെയും ആരംഭത്തിൽ നമുക്കൊരു ആശങ്കയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അവാർഡ് കിട്ടുക, ഇന്ന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ കുറേ കാലങ്ങൾ പലരായിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് അത് മിസ് ചെയ്ത് മോശമായി പോയിട്ട് കിട്ടിയില്ല കേട്ടോ. അത് ഭയങ്കര വിങ്ങലായിരുന്നു. എന്തുകൊണ്ടെങ്കിൽ അസൂയ വരെ ഉണ്ടാകാം വേറൊന്നിന് കിട്ടുമ്പോൾ. അപ്പോൾ അത് പാടില്ല. നിനക്ക് അർഹതയുള്ളതാണെങ്കിൽ ആര് തടഞ്ഞാലും നിനക്ക് കിട്ടും. കിട്ടിയില്ലേ അത് നിനക്കുള്ളതല്ല എന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. തിരിച്ചങ്ങോട്ട് വരണം, ഞാനങ്ങ് പോകുന്ന വഴിക്കങ്ങ് പോകും എന്നല്ലാണ്ട് ഞാൻ ബലം പിടിച്ച് നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. താമസിക്കേണ്ടടുത്ത് താമസിച്ച് ചെല്ലേണ്ടവനാണ് ഞാൻ. എന്നിപ്പം ഞാൻ താമസിച്ചല്ലേ വന്നത്. എത്രയോ വയലാറിനെ വയനാട്ട് എഴുതിയില്ല. അങ്ങനെ ഒരു നിയമവും ഇല്ലല്ലോ. വയലാറിനെ വയനാണ്ട് പാട്ട് എഴുതുന്നൊരു നിയമമൊന്നുമില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറഞ്ഞ കാര്യമില്ല. ഒരു നിർബന്ധമില്ലല്ലോ. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ഗാനരചയിതാവിൻ്റെ മകൻ ഗാനരചയിതാവായി എന്നുള്ളത് എനിക്ക് കിട്ടിയ. രണ്ടാമത് ഗിരീഷിൻ്റെ ദിനനാഥ എഴുതിയല്ലോ. പിന്നെ ആർക്കും അത് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എഴുതി കാണുമായിരിക്കാം, പക്ഷേ സമൂഹത്തിനെ എൻ്റെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കാൻ ആദ്യം കിട്ടിയൊരു മകൻ എന്ന നിലയിൽ അത് നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ തന്നെ ഒരു തോന്നലായിരിക്കും. അതും സക്സസ് ആയി എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടപ്പെട്ടു. ഈ വിദ്യാസാഗർ സാറിൻ്റെ കൂടെ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമ, അതിനകത്ത് പ്രേമപ്പൊട്ട പ്രേമപ്പൊട്ടോ പ്രേമപ്പൊട്ടോ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊട്ടിട്ടല്ലോ എന്നുള്ള ശൃംഗാരം. അത് ഞാനിത് അനുരാഗത്തിനെ പൊട്ട് ഞാൻ നെറ്റി തൊഴിച്ചപ്പം അതാ ഒരു ഉമ്മ തരുന്ന പോലെ ഉള്ളിലൊരു ശൃംഗാരം മുട്ടിട്ടു. അപ്പോൾ അതിന്റെ ആ മീറ്റർ ഉണ്ടല്ലോ, സാധനമില്ലേ, അപ്പൊ അത് കേട്ടപ്പോ, അത് ഫസ്റ്റിൽ കേൾക്കുമ്പോ ശരിക്കും ഒറ്റത്തുള്ളിയൊന്നും അല്ല മനസ്സിൽ വന്നു. അതൊന്നും അല്ലല്ലോ, വേറെന്തൊക്കെയാ വന്ന. പിന്നെ അതുമായിട്ട് നമ്മൾ കുഴയ്ക്കുമല്ലോ, കുഴച്ച് തിരുമേനി പറഞ്ഞ കേട്ടിട്ടുണ്ട്, കൈതപ്പുറം തിരുമേനി. ഇപ്പം ഇങ്ങനെ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ കുറേ വാക്കുകൾ എഴുതി വയ്ക്കും അതേ മീറ്ററിൽ, വെറുതെ ഒരു വാക്ക് എഴുതി വയ്ക്കും. അപ്പോൾ ലാല ആരാ ഏതാ എന്താ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് എന്തെന്നെങ്കിലും പരിചയം കിട്ടും. ബിച്ചു തിരുമല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഹിന്ദി പാട്ട് തമിഴ് പാട്ടൊക്കെ എടുത്ത് കേട്ടിട്ട് മലയാളത്തിൽ മീറ്റർ അറിയാനായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിമിക്രിക്കാരൊക്കെ ചെയ്യുന്ന ഉഗ്രൻ, അവരെന്ത് രസമായിട്ട് ചെയ്യുന്നു. ഇത് കൊടുക്കാൻ പറ്റാത്ത ആളെയും കട്ട് ചെയ്യണം. എൻ്റെ ഹെൽപ്പിന് അസലൊരു പാരഡി ചെയ്തിട്ടുണ്ട്. അത് ഇതിനേക്കാൾ നല്ലതാണ് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇടാൻ പറ്റുമെന്നതാണില്ല. എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, തെങ്ങിൽ കയറുന്ന നേരമെങ്കിലും കൂടെ നല്ല കൂട്ടുകാര. എന്താ മീറ്ററും ഏത് കവിയെ എനിക്കറിയത്തില്ല. എന്തായാലും കിടിലൻ കവി തോഴാണ്ട് പറ്റുമോ? ഞാൻ നാദർഷായെ വിളിച്ചിട്ട് ഞാനിതുപോലെ അഭിനന്ദിക്കും. ഞാൻ എല്ലാവരും വിളിച്ച് പറയുന്നു, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു അസൂയ ജനിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചോളൂ, ഒരു മനുഷ്യന് നല്ല പാട്ട് എഴുതിയാൽ അപ്പം ഞാൻ വിളിച്ച് പറയും. അതോടെ നമ്മൾ ആ അസൂയ എന്നുള്ള എലവൻ്റ് നമ്മളിന്ന് കുറയും. അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. ആരോടും ഇവിടെ ചോദിച്ചോളൂ, അതൊരു സുഖമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഏത് വയലാറും ഒരു വയലാറിൻ്റെ മകനുമല്ല അവൻ, പക്ഷെ ചെയ്തതിൻ്റെ സാധനമുണ്ട്. വയലാർ എഴുതുന്നത് അത് രസമാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, ചാന്ത് കുടഞ്ഞൊരു സൂര്യ, നാദിഷ എഴുതിയതാ. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ച് ഇറങ്ങിയ സമയത്ത് എന്ത് രസമാണ്. നമ്മളെ ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടേ അല്ല, നമ്മൾ പെട്ടെന്ന് പാട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും.